ഹലോ മച്ചാമാരെ, വെൽക്കം വെൽക്കം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറെ ഒന്നുള്ളത്, ഇപ്പം ജർമ്മനിയിൽ സ്പ്രിംഗ് സീസൺ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വഴിയിലൊക്കെ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ ചെറിയ ബ്ലോസം ഒക്കെ പൂത്ത് നിൽപ്പുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത് ഒടുക്കത്തെ വെച്ചാൽ. അപ്പോൾ ഇവിടെ മ്യൂണിക്കിലുള്ള ഒളിമ്പിയ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഒളിമ്പിയ പാർക്കിൽ അതിൻ്റെ ഒരു തോട്ടം തന്നെ ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ പിന്നെ കുറച്ച് പേരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ മ്യൂണിക്കിലെ ഒളിമ്പിയ പാർക്കിലോട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചകളായിരിക്കും ഇന്നത്തെ ബ്ലോഗിൽ. അപ്പോൾ അതേ ഊബാൻ കയറാനായിട്ട് വന്നേക്കണ്ട. ഊബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിൽ കൂടി പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അത് കയറിയിട്ടാണ് ഇനി ഒളിമ്പിയ പാർക്കിലോട്ട് പോകേണ്ടത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഇനി ഇവിടെ ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ട്രെയിൻ വന്നിട്ടില്ല. ഇനി ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് കുറച്ച് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ബസ് പിടിച്ചിട്ടാണ് ഒളിമ്പിയ പാർക്കിലോട്ട് പോകേണ്ടത്. അപ്പോൾ അവിടെ BMW മ്യൂസിയം ഒക്കെ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പോയതാ. അപ്പോൾ ഇനി പോകണില്ല. ട്രെയിൻ വന്നിട്ടത്. ഇതാണ് ഊബാൻ. തിരക്കുണ്ട് കേട്ടോ നല്ല. ഇതിനകത്ത് കയറിയിട്ട് വേണം. Bitte halten Sie den Bereich vor dem Bauzaun in Frage und verteilen Sie sich auf die gesamte Bahnsteigmenge. Vielen Dank, Ihre NVB. ഇനി ഇവിടെ നിന്ന് ബസ് പിടിക്കണോട്ടെ. ഇനി ഇവിടെ നിന്ന് ബസ്സിൻ്റെ സ്റ്റേഷൻ എവിടെയാണെന്ന് പോയി നോക്കണം. അത് തപ്പി കണ്ടുപിടിക്കട്ടെ. ഇവിടെ ബസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്കായിരിക്കും പോകേണ്ടതെന്ന് കയറും. ബസ് കിട്ടിയിട്ടോ. അതെ, ഈ ബസ്സിലാണ് നമ്മൾ ഒളിമ്പിയ പാർക്കിലോട്ട് ഇനി പോകേണ്ടത്. 144 റോഡ് ക്രൂസ് പ്ലാറ്റ്സ് കണ്ടോ. ഇത് ഇനി ഇവിടെ നിന്ന് എടുക്കാനായിട്ട് ടൈമുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്. ഇതാണ് ബസ്. നല്ല ക്യൂട്ട് ബസ്. നമ്മ ഒളിമ്പിയ പാർക്കിൽ എത്തിയട്ടാ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറണം. ഇതിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞ സംഭവം. ഇത്ര നേരമായിട്ട് ഞാൻ പൂക്കളൊന്നും കണ്ടിട്ടില്ല. മുകളിൽ ചെന്നിട്ട് നോക്കട്ടെ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നു. ഇവിടെ കുറേ പേര് ജോഗിങ്ങിനും പിന്നെ സൈക്കിളൊക്കെ ചോടിയിട്ട് വരുന്നുണ്ട്. പ്രായമായവരും കൊച്ചുങ്ങളും പിന്നെ നമ്മുടെ ഏജുള്ളവരും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇനിയിപ്പോൾ മുകളിൽ ചെന്നിട്ട് പൂക്കളൊന്ന് നോക്കട്ടെ. അവിടെ ഒരു വലിയ ടവർ പോലത്തെ എന്തോ സംഭവമുണ്ട്. എന്താണെന്നറിയില്ല. മുകളിലോട്ട് കയറണം ഇനി. എനിക്കൊന്നും വർക്ക് ഉണ്ടായില്ല. ഇന്ന് എനിക്ക് ഫ്രീ ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർക്ക് അലക്സിനും മനുവിനൊക്കെ ഇന്ന് വർക്കുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റക്കാണെന്ന്. അവരാരും ഇല്ല. എന്നാലും അവരെയും കൊണ്ട് ഒരു പ്രാവശ്യം കൂടി വന്നൂടെ. മുകളിൽ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് അതൊരു വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഒളിമ്പിയ പാർക്കിൻ്റെ കറക്റ്റ് വ്യൂ കാണാൻ പറ്റും ചിലപ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി കയറണമേ. ഇവിടെ നിന്ന് കയറി മുകളിലോട്ട് ചെല്ലണം. എന്തായാലും സ്ഥലം കൊള്ളാം കേട്ടോ. നല്ല ആംബിയൻസാണ്. എൻ്റെ പൊന്നെ അടിപൊളി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മ്യൂണിക്കിൻ്റെ കറക്റ്റ് വ്യൂ കാണാൻ പറ്റും കേട്ടോ നമുക്ക്. ഞാനിപ്പോഴും മുകളിലോട്ട് എത്തിയിട്ടില്ല. ഇനി കുറച്ചുകൂടി നടക്കാനുണ്ട്. ഇതാണ് ഒളിമ്പിയ പാർക്കിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ. താഴെ ഒരു ചെറിയ തടാകം പോലെയുണ്ട്. ഇവിടെ പിന്നെ ഈ ടവർ, പിന്നെ ഇത് ആ കാണാണ് BMW മ്യൂസിയം. കണ്ടോ, അത് BMW മ്യൂസിയം. അത് ഞാനിപ്പോൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച് വന്ന സാധനം കണ്ടിട്ടോ. അതെ, അവിടെയാണ് ചെറി ബ്ലോസം ഉള്ളത്. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. അതിന് മുമ്പ് ഇതേ
ഇവിടെ ഒരു കുളം കാണണ്ട, അതായിട്ട് ചേർന്നിട്ട് ഇവിടെ താറാവാ എന്തുവാണിത്, ഗൂസോ എന്തായാലും നമ്മുടെ നാട്ടിലെ താറാവിൻ്റെ പോലെ ഒന്നുമല്ല കേട്ടാ. നമ്മുടെ നാട്ടിലെ താറാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തോട്ട് വരുമ്പോൾ ഓടിക്കളയൂലേ, ഇത് നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാലും അനങ്ങാണ്ട് നിന്ന് തരും. വേണമെങ്കിൽ തൊടുകയും ചെയ്യാം. ഞാൻ തൊട്ടില്ല കേട്ടാ, അവിടെ ഉള്ള കുറച്ച് പേര് തുറന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ കറക്റ്റായിട്ട് സ്ഥലത്ത് എത്തിയിട്ടതേ, ഇതാണ് ചെറി ബ്ലോസം. ഇവിടെ വെയിലടിക്കുന്നുണ്ട്. ഞാൻ ഉള്ളിലോട്ടൊന്നും കൂടി കുറച്ചുകൂടി കയറട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. പിറ്റ് കണ്ട, ഈ പൂവാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പൂവ്. സ്പ്രിംഗ് സീസൺ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാം പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ വന്ന് നിന്നിട്ട് ഈ പൂക്കളുണ്ടല്ലോ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കൊഴിഞ്ഞു വീഴും. അപ്പോൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കുറേ പേര് അങ്ങനെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും പൂവ് കൊള്ളാം കറക്റ്റായിട്ട്. കണ്ടോ, ഈ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജപ്പാനിലും കുറേ ഉണ്ട് ഈ സാധനം. ജപ്പാനിലും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പൂവാണത്. ഇവിടെ യൂറോപ്പിലും ഈ ഒരു സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ നിറച്ച് ഈ പൂവാ. അപ്പം മച്ചാന്മാരത് ചെറി ബ്ലോസം ഒക്കെ പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. ആൾക്കാരൊക്കെ ഭയങ്കര തിരക്കിലാണ്, ഫോട്ടോ എടുക്കണേ വീഡിയോ എടുക്കണതിൻ്റെയൊക്കെ. ഞാനും അതെ ഇതേ കണ്ടിട്ട് എന്താണെന്നറിയാൻ പാടില്ല, നല്ല നല്ല അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ വീഡിയോ കൂടി എന്തോരം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഇത് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും കറക്റ്റ്. ഇതേ ഇപ്പം എൻ്റെ പുറകിൽ കറക്റ്റായിട്ട് ഫുൾ വ്യൂ കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ, ഈ ഒരു ഏരിയയിൽ മൊത്തം ഈ പൂവാണ്, ഈ പൂവിൻ്റെ മരമാണത്. ഞാൻ ഈ മരത്തിൽ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇലയില്ല, മൊത്തം പൂക്കളാണ്, ഇലയില്ലാത്ത മരമാണത്. വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ ജർമ്മനിലോട്ട് ഇപ്പോൾ ഈ സ്പ്രിംഗ് സീസണിൽ വരാനിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ പറ്റും. ഇപ്പോൾ ചെറി ബ്ലോസം പൂത്ത് നിൽക്കണതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ മ്യൂണിക്കിലെ ഒളിമ്പിയ പാർക്കിലാണ്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വന്ന് കണ്ടോ. ഓക്കെ, അപ്പോൾ ബൈ.